ഈ വിവാഹ ചിത്രമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കാനൊക്കെയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. അത് ബോധപൂർവമായിട്ടുള്ള ശ്രമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്രായേലിലുള്ള മലയാളി വരെ എനിക്ക് എൻ്റെ ഈ വിവാഹ ഫോട്ടോ അവിടെ സ്പ്രെഡായതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്പ്രെഡായത് എനിക്ക് സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ദേശം എന്തായിരുന്നു? യുവതിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ഇരയായി വന്നത് ഞാനും കൂടിയാണ്. ഞാൻ ചെയ്തൊരു കുടുംബമാണെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ, കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. പക്ഷെ അതൊരു MLA മൂലം എനിക്കത് നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെ പരാതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ ഒരു പിന്തുണയുണ്ടോ? എന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അവിടെ പാലക്കാട് വെച്ച് ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തരാമെന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ രാഷ്ട്രീയമല്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, മാനസികമായിട്ടും അല്ലെങ്കിൽ മറ്റെന്ത് പിന്തുണയും തരാൻ പറ്റും. പക്ഷേ ഇതൊരു പാർട്ടി ബേസ്ഡ് ഇതായി മാറ്റാൻ ശ്രമിക്കുന്നു. മറ്റു പലതിനെയും മറയ്ക്കാനെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഭവിച്ചതല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഇത്. അതിനെക്കുറിച്ച് ചിന്തിക്കും നിങ്ങൾ. ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഞങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ കോടതിയുടെ പരിഗണനയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കുണ്ടായ നഷ്ടങ്ങൾ അത് വലുതാണ്. നിങ്ങൾ ഈ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി അതിൻ്റെ വ്യാപ്തി എന്താണെന്നുള്ളത്. ഒറ്റ കാര്യം കൂടി, ഈ സംഭവം നടന്നതിന് ശേഷം ഈ താങ്കൾ പരാതി നൽകാതിരിക്കാനോ ഇല്ലെങ്കിൽ ഈ പ്രശ്നം വലിയ രീതിയിൽ പോകാതിരിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ എന്തെങ്കിലും ഇടപെടലുകളോ രാഹുലിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? എങ്ങനെ? അതായത് ഈ സംഭവങ്ങൾ വന്നതിന് ശേഷം ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ രാഹുലിൻ്റെയോ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെയും? സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല. പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലരുടെ അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പലരും നമ്മളെ വിളിക്കുകയും സംസാരിച്ചിരുന്നു. അത് കേരളത്തിലെ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ മുടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ്സിലുള്ളവരുണ്ട്, BJPയിലുള്ളവരുണ്ട്. അതായത് ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്നവരാണ്, നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്നവരാണ്. അവർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയമില്ല. ഇത് എൻ്റെ വ്യക്തി ജീവിതത്തിലെ കാര്യമാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിനോട് ചെയ്തത് ശരിയാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളാണ് എന്ന് പറയേണ്ടത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തിരുവാതിരയാണ് അല്ലേ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത തിരുവാതിരയാണ്. അതായത് മംഗല്യ സൗഭാഗ്യവും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കും, ഉമാമഹേശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അന്ന് എനിക്ക് ഇങ്ങനൊരു ബൈറ്റ് നിങ്ങൾക്ക് തരേണ്ടത് വന്നതിൽ സത്യം പറഞ്ഞാൽ ഖേദമുണ്ട്.